ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. മതിലകം ഗ്രാമപഞ്ചായത്ത് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിവിധ സാഹിത്യശാഖകളിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ എഴുത്തുകാരെയും മികച്ച വായനക്കാരെയും ആദരിച്ചു. മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കണ മതിലകത്തിൻ്റെയും അതുപോലെ തന്നെ മുസരീസിൻ്റെയൊക്കെ പൈതൃകവും മറ്റും പേറുന്ന മതിലകത്തിനല്ലാതെ ഇത്തരത്തിലൊരു വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി എഴുത്തുകാരെ ആദരിക്കണം എന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ മതിലകത്തിന് തീർച്ചയായിട്ടും അവകാശമുണ്ട്, അല്ലെങ്കിൽ മതിലകത്തിന് അങ്ങനെ കഴിയൂ എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും നമ്മുടെ ഈ കയ്പമംഗലം മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി വന്നതിനെ തുടർന്ന് ഈ മണ്ഡലത്തിലെ പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായനശാലകളും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും സ്ഥാപനങ്ങളും നിരവധിയായി പ്രവർത്തിക്കുന്ന ധാരാളം ഇടങ്ങൾ കാണാനും അവരുടെ പരിപാടികൾ പങ്കെടുക്കാനും സാധിക്കുകയുണ്ടായി. ഈ മണ്ഡലത്തിൻ്റെ ഒരു പുരോഗമനപരമായ നിലപാടിൻ്റെയൊക്കെ അടിസ്ഥാനം, അത്തരത്തിലുള്ള നിലപാട് ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ ഈ സ്ഥാപനങ്ങളെല്ലാം നിരന്തരമായി സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും വായനയിലൂടെ നമുക്ക് നമ്മുടെ അറിവിൻ്റെ മേഖല വികസിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുതിയ പുതിയ എഴുത്തുകാരെയും വായനക്കാരെയും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സാമൂഹിക ഇടപെടലിലൂടെ നമുക്ക് സാധിക്കാൻ കഴിയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന PM ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ധാരാളം എഴുത്തുകാരെ നമ്മുടെ നാടിന് സംഭാവന ചെയ്യാൻ ഈ മണ്ഡലത്തിൽ നിന്ന് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹവും ഞാനും നിരവധിയായ പരിപാടികളിൽ ഞാൻ MLA ആകാത്ത സന്ദർഭത്തിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായിട്ടുള്ള സജീവ മാസ്റ്ററുടെ ഒരു നിർദ്ദേശമായിരുന്നു നമുക്ക് ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു ആശയം നമ്മുടെ ഭരണസമിതിയോട് ആവശ്യപ്പെടുകയുണ്ടായി. അത് നമ്മുടെ ഭരണസമിതി സെക്രട്ടറിയുമായി ആലോചിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇവരെ ആദരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഭംഗിയായി നടത്തുന്നതിനുമായിട്ട് നമ്മൾ ആലോചിച്ചത്. സാഹിത്യകാരൻ PN ഗോപികൃഷ്ണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്തിന്റെ ഒരു ഭാവനയുടെ ചരിത്രം പറഞ്ഞാൽ അത് സമീപകാലത്തൊന്നും നിൽക്കുന്നതല്ല. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയുന്നതിനേക്കാൾ വലിയ ആഴത്തിലുള്ള ചരിത്രം മതിലകത്തിലുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മധുരയ്ക്കടുത്ത് കീലടിയിൽ നടന്ന ഒരു ഖനനമാണ്. അത് വലിയ ചരിത്ര വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയുണ്ടായി. ഇന്ത്യൻ ചരിത്രം നാം പൊതുവെ വിവക്ഷിച്ചു വരുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം എന്ന് പൊതുവെ വിവക്ഷിച്ചു വരുന്നത് ആര്യനൈസേഷന് ശേഷമുള്ള, അല്ലെങ്കിൽ ആര്യന്മാർ ഇന്ത്യയിൽ കുടിയേറിയതിന് ശേഷമുള്ള ഒരു ചരിത്രം ആണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP പ്രസീത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന റഷീദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ബിനേഷ്, സംഘാടക സമിതി കോർഡിനേറ്റർ ഷൈൻ പള്ളത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TS സജീവൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും
ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.